അമിത്ഷായും കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ബി ജെ പിയുടെ ചിത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അമിത്ഷാ ബംഗാളിലും വളരെ കരുതലോടുകൂടി നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലേക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയും എത്തും. അമിത്ഷാ വരുമ്പോൾ തന്നെ ഏതാണ്ട് ഈ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ബി ജെ പി വളരെ മുന്നോട്ടുള്ള ഒരു പോക്കല്ലേ കാണുന്നത്. അതെ, ഈ 11-ാം തീയതി ആദരണീയ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ സമുന്നത നേതാവും കേരളത്തിലെത്തും. അത് 2026 മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പുതുതായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ തിരഞ്ഞെടുത്തവരും കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തിരഞ്ഞെടുത്തവരെ ജനപ്രതിനിധികളുമായിട്ടുള്ള ആശയവിനിമയത്തിന് ആണ് എത്തുന്നത്. തികച്ചും അമിത്ഷായും പ്രധാനമന്ത്രിയും വളരെ സന്തോഷവാന്മാരാണ്. കാരണം കേരളം പോലെ ഉള്ള മോഡിജിയും അമിത്ഷായും പറയുകയുണ്ടായി 2030-36 ഒരു പരിവർത്തനം കേരളത്തിൽ വരികയുള്ളൂ എന്ന് പല സംസ്ഥാനങ്ങളിലെ പ്രചരണ പൊതുയോഗങ്ങളിലും ഇവിടെ വരുമ്പം പറയാറുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് അതിനു മുന്നേ തന്നെ അമിത്ഷാ ഇവിടെ വന്ന് കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ നമ്മൾക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോ അല്ല മുഖ്യം. നമ്മുടെ മുഖ്യം ത്രിതല തിരഞ്ഞെടുപ്പിൽ പാർട്ടി സജ്ജമാകണം. ഗ്രാസ് റൂട്ട് ലെവൽ, ബൂത്ത് ലെവലുള്ള പ്രവർത്തകരെ തയ്യാറാക്കി തിരഞ്ഞെടുപ്പിന് നേരിടണം. അദ്ദേഹം കൊടുത്ത ആ മാർഗനിർദ്ദേശം വളരെ 101% നടപ്പിലായി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ പാർട്ടിയുടെ സമുന്നത നേതാവ്, രണ്ടാമൻ, ഇന്ത്യയുടെ ആഭ്യന്തരം കൈയാളുന്ന വളരെ മാവോയിസ്റ്റുകൾക്കും തീവ്രവാദികൾക്കും പേടി സ്വപ്നമാണ്. സർദാർ പട്ടേൽ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് മാനനീയ അമിത്ഷാ മാറി. അദ്ദേഹം ഇവിടെ വന്ന് പട്ടം മുതൽ ഈസ്റ്റ് പോർട്ട് വരെ നടന്നു. ആലോചിച്ച് നോക്കണം, മഹാത്മാഗാന്ധി പോലും ചരിത്രങ്ങളിലും മറ്റ് നേതാക്കൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധവും സാക്ഷരതയും ഉള്ള മലയാളികളോട്, കേരളത്തോടും അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും വളരെ സ്നേഹവും കേരളത്തോട് പ്രത്യേക മമതയുമുണ്ട്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മുനിസിപ്പാലിറ്റി വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരള ജനത വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുക്കുവാൻ തയ്യാറാണെന്ന് ദീർഘവീക്ഷണമുള്ള അമിത്ഷാജിക്കും അറിയാം, പ്രധാനമന്ത്രിക്കും അറിയാം, മോഡിജിക്കും അറിയാം. അതുകൊണ്ടാണ് എന്താണ് പൾസ്, പ്രവർത്തകരുടെ മൈൻഡ് എന്താണ്, തിരുവനന്തപുരവും കൊച്ചിയും എറണാകുളവും കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരുടെ ഒരു വിശകലനം എന്തായിരിക്കും, ഇവിടുത്തെ മറ്റു ജനതതികളുടെ എന്താണ് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് പാർട്ടിയോടുള്ളത്, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുവാനും ആലോചിക്കുവാനും അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല അമിത്ഷാ മീറ്റ് ചെയ്യുന്നത്, തിരുവനന്തപുരം നഗരപ്രമുഖരെ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധ മേഖലകളിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായിട്ട് ആശയവിനിമയം ചെയ്യുവാൻ തയ്യാറാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളം നീണ്ട 75 വർഷം മാറി മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്, UDF, LDF മുന്നണിക്കപ്പുറം ഭാരതീയ ജനതാ പാർട്ടിയെ ജനം സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ആ ഒരു തയ്യാറാകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ പ്രധാനമന്ത്രി അയച്ച കത്ത് തന്നെ. വിജയനാഥ് ചേട്ടൻ ആലോചിച്ച് നോക്കണം, എന്ത് ലളിതമുള്ള ഒരു പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ഈ അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വിജയസാധ്യത ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള വലിയ പദ്ധതികളും രൂപരേഖകളും ഒക്കെ ഇവിടുത്തെ ബി ജെ പിയിലേക്ക് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇടയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് കണ്ണൂർ കഴിഞ്ഞതിന് ശേഷമെല്ലാം ഡൽഹിയിൽ പോയി.
ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയമൊക്കെ അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അപ്പം സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർജിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭയും ഈ ഒരു കേരളത്തിൽ ഒരു മാറ്റം വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ പോയ സ്ഥിതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഡൽഹിയിൽ. അപ്പോൾ ഇവിടെ എത്ര സ്ഥാനാർത്ഥി എ ക്ലാസ് ആയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥാനാർത്ഥിയിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മണ്ഡലങ്ങളിൽ ജയിക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് അവർ പറഞ്ഞ 36 മണ്ഡലങ്ങൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, മറ്റു മണ്ഡലങ്ങൾ മോശമെന്നുള്ള അർത്ഥത്തിലല്ല, മറ്റു മണ്ഡലങ്ങളിലും കാൻഡിഡേറ്റ് ഉണ്ടാകും. ഘടകകക്ഷികളുടെ LJPക്കും കൊടുക്കും, BDGസിനും കൊടുക്കും, കാമരാജ് കോൺഗ്രസിനെല്ലാം കൊടുക്കും. എന്നിരുന്നാലും മേജറായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLAമാരും NDAയുടെ ഘടകകക്ഷികളും ജയിക്കുന്ന മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിനൊരു എ ക്ലാസ് എന്നുള്ള നിലയിൽ നിർത്തി. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, നേമത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം തന്നെ കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി തൃശ്ശൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞാനായിരിക്കും നേമത്ത്. അതുപോലെ വട്ടിയൂർക്കാവിൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ, തിരുവനന്തപുരത്ത് തന്നെ വീണ്ടും കിട്ടാൻ ചാൻസ്, ആറ്റിങ്ങിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല വോട്ട്. കാട്ടാക്കട കൃഷ്ണദാസ് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു, അവിടെ ചാൻസ് ഉണ്ട്. ആശാനാഥ് എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി മേയർ നല്ല വോട്ട് കരസ്ഥമാക്കി, 30,000-ൽ പരം വോട്ട് കൂടുതൽ ചിറയിൻകീഴ് കരസ്ഥമാക്കി ആ കുട്ടി. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 4-3-7 മണ്ഡലം ഒന്നാം സ്ഥാനത്തേക്ക്. അതുപോലെ വട്ടിയൂർക്കാവ്. അപ്പോൾ ഈ തിരുവനന്തപുരത്തെ 7 മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി സെൻട്രൽ കമ്മിറ്റി വളരെ കൂലങ്കുഷമായിട്ട് പഠിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കൊല്ലം ചവറ മണ്ഡലം, കൊല്ലം ടൗൺ മണ്ഡലം, ചാത്തന്നൂര്. അപ്പോൾ ഇങ്ങനെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ 3 മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനപ്രതിനിധികളുടെ പാറ്റൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. നേരെ പത്തനംതിട്ട പോകുകയാണ് എങ്കിൽ പത്തനംതിട്ട, അതുപോലെ ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങൾ, ആലപ്പുഴ മണ്ഡലത്തിൽ 8 പഞ്ചായത്ത് ഭരണമുണ്ട്. കായംകുളമുണ്ട്, ചെങ്ങന്നൂരുണ്ട്, കുട്ടനാട് വരുന്നുണ്ട്, ആലപ്പുഴ ടൗൺ വരുന്നുണ്ട്. കായംകുളത്തായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക എന്ന് പറയുന്നു. അതെ, അത് പാർട്ടി തീരുമാനിച്ച് കാൻഡിഡേറ്റിനും കൂടി ആഗ്രഹം എവിടെയാണെന്നുള്ളത് അമിത്ഷായുമായിട്ട് വന്ന് അതിനെല്ലാം കൂലങ്കുഷമായിട്ടുള്ള ചർച്ച തിരുവനന്തപുരത്ത് വന്ന് നടപ്പിലാക്കി ഏതൊക്കെ മണ്ഡലത്തിൽ ആരെയൊക്കെ നിർത്തിയാൽ ജയിക്കും, അതിനുപരി സംഘകാര്യകർത്താക്കളുടെ ഒരു നോമിനേഷനും കൂടി അറിയിപ്പ് കൊടുക്കും, ഇന്നാര് നിർത്തിയാൽ കൊള്ളാം എന്നുള്ള സംഘവുമായിട്ടും ഒന്ന് ഡിസ്കഷൻ ചെയ്ത് പ്രവർത്തനത്തിന് സംഘത്തിൻ്റേതായ ഒരു മിഷണറി ഉണ്ടല്ലോ. അല്ല, BJPക്ക് അതിൻ്റേതായ ഒരു മിഷണറി എത്തിയിട്ടില്ല. ഉത്തരേന്ത്യൻ മോഡലിലും തിരുവനന്തപുരത്ത് തിരഞ്ഞെടുത്ത ആ ഒരു തന്ത്രം, തിരുവനന്തപുരത്ത് പ്രയോഗിച്ച ആ ഒരു തന്ത്രം കേരളത്തിലൊട്ടാകെ തന്ത്രം പ്രയോഗിക്കുവാൻ ഉള്ളത് മനസ്സിലാക്കി പ്രധാനമന്ത്രി അമിത്ഷാ ധരിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അമിത്ഷായുടെ ഈ കേരള കോർ 11-ാം തീയതിയുള്ള മീറ്റിങ്ങും കഴിഞ്ഞ് പൗരപ്രമുഖരുമായിട്ടുള്ള മീറ്റിങ്ങുകളും കഴിഞ്ഞ് നേരെ അടുത്ത് ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പദ്ധതി പ്രഖ്യാപിക്കും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തിൻ്റെ വിഷയങ്ങൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, കുടിവെള്ള പദ്ധതി, ഇവിടുത്തെ മറ്റേ പ്രധാനമന്ത്രി യോസ്കർ യോജന വഴിയുള്ള പദ്ധതികൾ, ദീനദയാൽ അന്ത്യോദയ പദ്ധതി, PM ശ്രീ പദ്ധതി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചില്ല, അതിന് പകരം കേന്ദ്രം ഡയറക്റ്റായിട്ട് കോർപ്പറേഷൻ വഴി പാവപ്പെട്ട കുട്ടികൾ പഠിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും പദ്ധതി കൊടുക്കുവാൻ പറ്റുമോ? ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആണല്ലോ നടത്തിപ്പുകാർ, അത് ഡയറക്റ്റായിട്ട് കോർപ്പറേഷൻ വഴി ചെയ്യുവാൻ പറ്റുമോ? പിന്നെ ഭവന പദ്ധതി, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭവന പദ്ധതിയെ കേരളത്തിൽ EMS ഭവന പദ്ധതി എന്ന് പേര് മാറ്റിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് കേരളത്തിലെ ഒരുവിധപ്പെട്ട ജനങ്ങൾക്ക് ഇതെല്ലാം കേന്ദ്ര പദ്ധതികളാണെന്ന് മനസ്സിലായി വരുന്നത്. ഉദാഹരണത്തിന് അന്ത്യോദയ പദ്ധതി കേരളത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ. റേഷൻ കട വഴി കൊടുക്കുന്ന റേഷൻ സാധനങ്ങൾ, ഇവിടെ പറയുന്നത് സംസ്ഥാന സർക്കാർ, ഇവിടെ നെൽകൃഷിയേ ഇല്ല, കുട്ടനാട്, തിരുവനന്തപുരത്ത് ഒരിടവും ഇല്ല. പിന്നെ അരി എവിടെ നിന്നാണ് വരുന്നത്? കേന്ദ്രത്തിൻ്റെ ഫുഡ് കോർപ്പറേഷൻ വഴി കൊടുക്കുന്ന സാധനങ്ങളാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിക്കൊണ്ടിരിക്കുന്ന 68-70 ലക്ഷം കടന്നിരിക്കുന്നു. അവരുടെ പുതിയ പദ്ധതികൾ, കുട്ടികൾക്ക് ജോലി കിട്ടേണ്ട തിരുവനന്തപുരം ഹബ്ബാക്കിക്കൊണ്ട്
നിരവധി കേന്ദ്ര സ്ഥാപനങ്ങൾ വരുന്നു. അപ്പം അമിത്ഷായുടെ വരവും അതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ വരവും കൂടിയാകുമ്പോൾ BJP ശരിക്കും കളം ഒരുങ്ങി കഴിയും കറക്റ്റ്. എന്നുള്ളത് കാരണം മേയിൽ ഉറപ്പാണ്. കറക്റ്റ് മേയിൽ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ BJPയുടെ തന്ത്രങ്ങളും BJPയുടെ പ്രവർത്തന രീതികളും ജനഹൃദയങ്ങൾ ഓരോ വീടുകളിലും എത്തണം. ആ രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കും അമിത്ഷാ വന്ന് നടത്തുന്ന ഈ ബൈഠക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.